രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ നേരെ കോഴിക്കോടേക്ക് പോയിട്ടോ. കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. നേരെ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ചെരുപ്പെല്ലാം എടുത്ത് ബില്ലാക്കി തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ കോവിലെത്തിയപ്പോൾ നമ്മളെ ഹോട്ടൽ മമ്മാലിസ് കയറി നല്ലൊരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ശാസ്ത്രമേളയിൽ ഓവറോൾ കരസ്ഥമാക്കിയിട്ടുള്ള കൊടിയത്തൂർ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് കേട്ടോ. അവരുടെ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ ഒരുപാട് ശാസ്ത്രമേള അല്ലെങ്കിലും കലാമേളയ്ക്കും പ്രവൃത്തി പരിചയമേളയ്ക്കും ഒരുപാട് കപ്പുകൾ ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇതുപോലെ റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ണേട്ടനും ഇതേ പന്നിക്കോട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു തിരിച്ചു വന്ന് നേരെ കണ്ണേട്ടൻ മീനെ കളിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമരീഷും കൂടി നേരെ പുല്ലൂരാമ്പാറ വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതാ അവിടെ എത്തിയപ്പോൾ നമ്മളെ തുരങ്കപാതേൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന നെല്ലിക്ക അച്ഛൻ നല്ല അടിപൊളിയായിട്ട് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ. ഇന്ന് കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ പൊരിച്ചതും തൈരും വാഴപ്പിണ്ടി ഉപ്പേരിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി കഴിച്ച് നേരെ ഞങ്ങളിതാ ചെക്കന്മാരെല്ലാം കൂട്ടി നേരെ ടർഫിലേക്ക് വിട്ടു. നല്ല അടിപൊളി മാച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ആവേശത്തോടെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു.